നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ടിപ്സുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുള്ളൻ മീൻ ഉണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കൂ. ഈ മുള്ളൻ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾക്ക് പരാതിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുള്ളൻ മീൻ കറി വെച്ച് കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് കലങ്ങി പോകുന്നു എന്നുള്ളൊരു പരാതി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മുള്ളൻ മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിവിടെ കറി വെച്ച് കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കുക്കറി ഷോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കറി വെച്ചിട്ട് അവർ തന്നെ അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്, സൂപ്പർ എന്നൊക്കെ പറയുന്നു. പിന്നെ കുറെ ആരെങ്കിലൊക്കെ സെലിബ്രിറ്റികളൊക്കെ ഉണ്ടാവും, ആ സെലിബ്രിറ്റികൾ വന്നത് കഴിച്ച് സൂപ്പർ എന്ന് പറയും. നമ്മളങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കറി ഞാൻ ഉണ്ടാക്കുന്ന വിധം മാത്രം പറഞ്ഞുതരാം. പിന്നെ മീനെ പറ്റി പറയുകയാണെങ്കിൽ പല ഉപമകളുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെമ്മീനെ പറ്റി പറയില്ലേ, ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെ ചാടി ചട്ടിയില് എന്ന് പറയില്ലേ, അതുപോലെ സ്രാവ് കൊണ്ട് പട്ടി അടിച്ച പോലെ, പിന്നെ തരണ്ടി വാലോണ്ട് അടിയിട്ട പോലെ, പിന്നെ ഈ ചാള കൊണ്ട് ഉള്ളൊരു പറയും. അതായത് 10 വയസ്സുള്ള ചാള പോയാലും പട്ടിയുടെ സ്വഭാവം മനസ്സിലായാലും എന്നൊക്കെ പറയും. അതുപോലെ നമുക്ക് ഈ മുള്ളനെ പറ്റി പറയുകയാണെങ്കിൽ മുള്ളനെ 3 തുള്ളൽ എന്നാ പറയും. ഈ മുള്ളൻ കറി വയ്ക്കുന്ന വിധം ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഈ വെട്ടി കഴുകി വെച്ചിരിക്കുന്ന ഈ മുള്ളൻ മീനുണ്ടല്ലോ, അത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട അരപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇത് തിളച്ച് പാകമായി വരുമ്പോൾ, പാകമായി വറ്റി കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഈ മുള്ളൻ മീൻ ആ ചട്ടിയിലേക്ക് ഇടുകയാണ്. ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ ചട്ടിയുടെ മുന്നിൽ നിന്ന് ഇതുപോലെ ഈ കയ്യിൽ പിടിച്ചിട്ട് ഒരു 3 തുള്ളൽ അങ്ങോട്ട് തുള്ളണം. ആ 3 തുള്ളൽ കഴിഞ്ഞ് കഴിഞ്ഞ് ഈ കറി ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് താളിച്ചതിന് ശേഷം നമ്മൾ ഈ കറി, അതായത് പ്രത്യേക ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കാം, എപ്പോഴും ഈ മീൻകറി വെക്കുമ്പോൾ മൺകലത്തിൽ വെക്കണം. മൺകലത്തിൽ വെച്ചാൽ അതിന് രുചി കൂടുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ചട്ടി ഇറക്കി വെച്ചതിന് മൂടി വെക്കുക. ഒരു 15 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇത് തുറന്നു നോക്കിക്കോളൂ. സൂപ്പറായിരിക്കും. ഒറ്റ മീൻ പോലും ഉടഞ്ഞിട്ടുണ്ടാവില്ല. നല്ല മീൻകറിയായിട്ട് മുള്ളൻ നല്ല ഭംഗിയായിട്ട് വെന്തിട്ടു. ഇനിയിപ്പോൾ തുള്ളേണ്ട കാര്യം പറഞ്ഞു. തുള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ വീട്ടമ്മമാർക്ക് തുള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ വേറെ ആരെയും തുള്ളിയാലും മതി. അപ്പൊ ഭർത്താക്കന്മാർ തുള്ളാൻ തയ്യാറാണെങ്കിൽ ഭർത്താക്കന്മാർ തുള്ളിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായാലും 3 തുള്ളൽ മസ്റ്റാണ്. ആ തുള്ളതിന് ശേഷം നമ്മൾ കറി വെച്ചു, ഇറക്കി വെച്ചു. ഇനിയിപ്പോ നമ്മൾ തുള്ളാൻ വിഷമമായിട്ട് നമ്മൾ തുള്ളിയില്ല. തുള്ളാതെ നമ്മളിപ്പോ കറി വെച്ചു, ഒരു ശ്രദ്ധ കുറവുകൊണ്ട് കറി കലങ്ങി പോയെന്ന് വിചാരിക്കുക. എന്നാലും വേറൊരു ഐഡിയ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കൂ. ഇപ്പൊ ഈ കറി കലങ്ങി പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടക്കയിൽ എന്ന് പറയും. ഈ കൊട്ടക്കയിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ പണ്ടത്തെ വീടുകളിലൊക്കെ ചിലപ്പോൾ അപൂർവം ഇത് കാണാൻ സാധ്യത കുറവാണ്. ഇപ്പൊ അത് സ്റ്റീലിന്റെ കയ്യിലാണ്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റീലിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ കറി ഉണ്ടല്ലോ, ഈ കറി ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുള്ളൊക്കെ കൂടെ തടഞ്ഞിട്ടുണ്ടാവും, മാംസമൊക്കെ താഴേക്ക് പോകും. ഇനിയിപ്പോ മാംസം കൂടെ തടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്നും കൂടെ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മാംസം മുഴുവൻ താഴേക്കും, മുള്ളിവിടെ ബാക്കി നിൽക്കും. അങ്ങനെ നമ്മൾ ആ കറി എടുത്ത് വീണ്ടും ചട്ടിയിലേക്ക് വെച്ച് ആ കറി ഒന്ന് വറ്റിക്കുക. അടുപ്പിൽ വെച്ച് വറ്റിച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ അതിൽ ഇപ്പോൾ ചെറുള്ളി ഉണ്ടല്ലോ, ചെറുള്ളി, വേപ്പില, അതൊക്കെ കൂട്ടി നമുക്ക് താളിക്കാം. അതില്ലെങ്കിൽ അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കി വയ്ക്കുക. കറി സൂപ്പറായിരിക്കും. അപ്പോൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.